മറ്റു വാർത്തകൾ നോക്കാം. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എൻസിപിയിലും പ്രശ്നങ്ങൾ. എൻസിപി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഇറങ്ങിപ്പോയി. ഏകപക്ഷീയ ചർച്ച നടക്കുന്നുവെന്നാരോപിച്ചാണ് മന്ത്രിയും 4 ഹൈപവർ കമ്മിറ്റി അംഗങ്ങളും ഇറങ്ങിപ്പോയത്. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ നടന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ CPI ഒരു പൊട്ടിത്തെറി ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ NCPയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. NCPയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിന്നാണ് ഇപ്പോൾ മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഇറങ്ങിപ്പോയി എന്നൊരു വിവരം ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മന്ത്രി എ.കെ. ശശീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാർട്ടിക്കകത്ത് വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരത് പവാർ തന്നെ എ.കെ. ശശീന്ദ്രനും തോമസ് കെ തോമസും മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഇരുവരോടും മത്സരിക്കാനായിരുന്നു നിർദ്ദേശിച്ചത്. എന്നാൽ എലത്തൂരിൽ എ.കെ. ശശീന്ദ്രൻ മത്സരിക്കേണ്ട എന്ന ഒരു വിഭാഗം നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ ഇന്ന് ചർച്ച നടന്നിരുന്നു. പക്ഷേ ഒരു വിഭാഗം നേതാക്കന്മാരെല്ലാം തന്നെ എ.കെ. ശശീന്ദ്രന് എതിരായി നിൽക്കുകയും അവിടെ പുതുതായ ഒരാളിനെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ എ.കെ. ശശീന്ദ്രൻ വിഭാഗം അത് അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് എ.കെ. ശശീന്ദ്രനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഹൈപവർ കമ്മിറ്റിയിലെ 4 പേരും പുറത്തേക്ക് പോയി എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കാരണം എ.കെ. ശശീന്ദ്രൻ പറയുന്നത് ഒരു വിഭാഗം നേതാക്കൾ തനിക്കെതിരായി പാർട്ടിക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നു, വിജയം ഉറപ്പായ സീറ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് NCPയിലെ ഒരു വിഭാഗം നേതാക്കന്മാരുടെ പ്രവർത്തനം. പക്ഷേ ഇത്തരത്തിൽ എലത്തൂർ സീറ്റിനെ ചൊല്ലി ഒരു തർക്കം പാർട്ടിക്കുള്ളിൽ ഉയരുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ സീറ്റ് CPIM തന്നെ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ മുതൽ തന്നെ CPIMൻ്റെ ഒരു താല്പര്യം എലത്തൂർ സീറ്റ് ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം എലത്തൂരിനെ ചൊല്ലി വലിയ തരത്തിലുള്ള തർക്കങ്ങൾ CPIMനകത്തും ഒപ്പം തന്നെ NCPയിലും ഉണ്ടായിരുന്നു. CPIMൻ്റെ ഒരു വിഭാഗം നേതാക്കൾ എലത്തൂർ ഏറ്റെടുക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇടതു മുന്നണിക്കകത്തുള്ള മുന്നണി മര്യാദ അനുസരിച്ച് തൽക്കാലം NCP തന്നെ അവിടെ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് NCPക്ക് എലത്തൂർ സീറ്റ് വിട്ടു നൽകിയത്. പക്ഷേ ഈ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം അത് വലിയ തരത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വീണ്ടും സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള ചർച്ചയ്ക്കായി യോഗം ചേർന്നതിനിടയിലാണ് ഒരു വിഭാഗം വീണ്ടും എലത്തൂർ സീറ്റിൽ മറ്റൊരാളെ മത്സരിപ്പിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ എ.കെ. ശശീന്ദ്രനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും തയ്യാറായില്ല. ഇവർ ആ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. നിലവിൽ ഇപ്പോഴും യോഗം തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ എ.കെ. ശശീന്ദ്രനും അദ്ദേഹത്തിൻ്റെ അനുയായികളും പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ മഹാരാഷ്ട്രയിൽ വെച്ച് ശരത് പവാറിൻ്റെ ഒരു തീരുമാനം അനുസരിച്ചാണെങ്കിൽ എ.കെ. ശശീന്ദ്രനും തോമസ് കെ തോമസും മത്സരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള എതിർപ്പോ വിയോജിപ്പോ പാർട്ടിക്കകത്ത് പാടില്ല. 2 നേതാക്കന്മാർ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനം ദേശീയ നേതൃത്വം പറഞ്ഞതാണ്. പക്ഷേ അതിനെല്ലാം വിരുദ്ധമായ നിലപാട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇത് അംഗീകരിക്കാനാകില്ല എന്നാണ് മന്ത്രി എ.കെ. ശശീന്ദ്രനും ഒപ്പമുള്ളവരും പറയുന്നത്. ശരി, വ്യക്തമാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ NCPയിലും ഇപ്പോൾ പ്രശ്നങ്ങളാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. NCP സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിന്നും മന്ത്രി എ.കെ. ശശീന്ദ്രനാണ് ഇറക്കിപ്പോയിരിക്കുന്നത്. ഏകപക്ഷീയ ചർച്ച നടക്കുന്നു എന്നാരോപിച്ചാണ് മന്ത്രിയും 4 ഹൈപവർ കമ്മിറ്റി അംഗങ്ങളും ഇറങ്ങിപ്പോയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.